ഞങ്ങളാരും വിലക്കിയിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്യാത്തത് കാപ്പ കേസിലെ പ്രതിയായതുകൊണ്ട് ആണ് അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനും കഴിയില്ല. അവർ ചിലപ്പോൾ അങ്ങനെ കൗൺസിൽ യോഗം ഇതിനു വേണ്ടി സത്യപ്രതിജ്ഞ അത് കൂട്ടത്തിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചിന്തിക്കുമല്ലോ. അവർ ചിലപ്പോൾ അങ്ങനെ വിളിച്ചൊന്നും വരാം. ഞങ്ങൾക്ക് സുഗതനെ കൗൺസിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കണം. കാരണം കൗൺസിലിൽ നിന്ന് പുറത്താക്കണം. അതിന് കാരണം വ്യക്തമാണ്. അയാൾ ഒരു പ്രാവശ്യത്തെ കയ്യബദ്ധമല്ല ഇത് മൂന്നാമത്തെ കാപ്പ കേസിലെ പ്രതിയാണ്. സാധാരണ അങ്ങനെ അത്യപൂർവമാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം കാപ്പ കേസിലെ പ്രതിയാകുന്നത്. അമ്മ എന്നും ചേച്ചി എന്നൊക്കെ വിളിച്ച് ആ സ്ഥാനത്ത് എത്തിയാൽ ആ കാലയളവിലെങ്കിലും കുറച്ച് മര്യാദയായിട്ട് കഴിയേണ്ടതാണ്. പക്ഷേ അത് അയാൾക്ക് കഴിഞ്ഞില്ല. അയാളെ സ്വഭാവം വീണ്ടും അത് പുറത്തെടുത്തു. അതാണ് അതിൽ വന്നുപെട്ടിട്ടുള്ളത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലറായ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടത്താം എന്നുള്ള കാര്യം ഹൈക്കോടതിയെ ഇന്ന് ആഭ്യന്തര വകുപ്പ് അറിയിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ തന്നെയാണ് നഗരസഭയ്ക്ക് മുൻപിൽ CPM പ്രവർത്തകർ സുഗതന്റെ കൗൺസിലർ സ്ഥാനം ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റിലേ സത്യാഗ്രഹ സമരം നടക്കുന്നത്. ആ സമരം നിലവിലിപ്പോൾ 15 ദിവസം പിന്നിടുകയാണ്. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ജയിലിൽ തന്നെ നടത്താമെന്നുള്ള കാര്യം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് CPMന്റെ മുതിർന്ന തിരുവനന്തപുരത്തെ നേതാവായ വഞ്ചിയൂർ ബാബു. അല്ല, ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ ചിലപ്പോൾ കോടതി തീരുമാനിക്കുമായിരിക്കും. അത് തീരുമാനിക്കട്ടെ. സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. സത്യപ്രതിജ്ഞ യഥാർത്ഥത്തിൽ ഞങ്ങളാരും വിലക്കിയിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്യാത്തത് കാപ്പ കേസിലെ പ്രതിയായതുകൊണ്ട് ആണ് അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ നെടുമങ്ങാട് കോടതി അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ജാമ്യം അനുവദിച്ചു. പക്ഷേ കാപ്പ കേസിലെ പ്രതിയായതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ നിയമാനുസരണം പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വെളിയിലിറങ്ങാൻ കഴിയില്ല. അപ്പോൾ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമോ എന്ന് കോടതി ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അനുമതി കൊടുത്താൽ ചിലപ്പോൾ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോടതി പറഞ്ഞാൽ ചെയ്യട്ടെ. അല്ലാതെ എന്ത് പറയാനായിട്ട്. ഇപ്പോൾ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാപ്പ തടവിൽ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ല എങ്കിൽ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കേണ്ടേ? നിയമാനുസരണം 90 ദിവസം 3 കൗൺസിൽ ഇതിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ ആ കൗൺസിലറെ ഒഴിവാക്കാം. അങ്ങനെ മുമ്പും ഇതുപോലെ ഒഴിവാക്കിയിട്ടുണ്ട്. പല കൗൺസിലർമാരെയും 3 കൗൺസിലിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളും കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടതായിട്ട് വരും. അക്കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ അഥവാ ജാമ്യം ലഭിച്ചാൽ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. പെട്ടെന്നൊരു കൗൺസിൽ യോഗം നടക്കാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ്? അതറിയില്ല. ഇതിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൗൺസിൽ യോഗം നടത്താൻ തീരുമാനമെടുക്കേണ്ടത് ഇവിടുത്തെ സെക്രട്ടറിയും മേയറുമാണ്. അവർ ചിലപ്പോൾ അങ്ങനെ കൗൺസിൽ യോഗം ഇതിനു വേണ്ടി സത്യപ്രതിജ്ഞ അത് കൂട്ടത്തിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചിന്തിക്കുമല്ലോ. അവർ ചിലപ്പോൾ അങ്ങനെ വിളിച്ചൊന്നും വരാം. അങ്ങനെയും ഉണ്ടാകാം. എന്തായാലും സുഗതനെ ഈ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നുള്ള നിലപാട് തന്നെയാണ്. ഞങ്ങൾക്ക് സുഗതനെ കൗൺസിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കണം. കാരണം കൗൺസിലിൽ നിന്ന് പുറത്താക്കണം. അതിന് കാരണം വ്യക്തമാണ്. അയാൾ ഒരു പ്രാവശ്യത്തെ കയ്യബദ്ധമല്ല ഇത് മൂന്നാമത്തെ കാപ്പ കേസിലെ പ്രതിയാണ്. സാധാരണ അങ്ങനെ അത്യപൂർവമാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം കാപ്പ കേസിലെ പ്രതിയാകുന്നത്. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം കാപ്പ കേസിലെ പ്രതിയാകുന്നതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്രിമിനൽ സ്വഭാവം ഉള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ വീണ്ടും കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ളത്. ഇപ്പോൾ കാപ്പ കേസ് എടുത്തിരിക്കുന്നത് ഈ കൗൺസിലർ ആയതിനു ശേഷമാണ്. നമ്മളാരുമല്ല. കാപ്പ കേസിൽ പ്രതിയായി അയാൾ അതിനൊക്കെ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു. അയാൾ കുറ്റം ചെയ്തത് ഒരാളുടെ തലയടിച്ച് പൊട്ടിച്ചതിലാണ്. അതിനാണിപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത് അയാൾ. പക്ഷേ എന്നാലും ജാമ്യം ലഭിച്ചുവെങ്കിലും അയാൾ വീണ്ടും ഇത്തരം ക്രിമിനൽ സ്വഭാവവും ക്രിമിനൽ പ്രവൃത്തിയും നടത്തുന്നതിൻ്റെ ഫലമായിട്ട്
അയാളെ പേരിൽ കാപ്പ കേസ് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാനം മര്യാദയായി ജീവിക്കേണ്ടതാണ്. ആരായാലും അങ്ങനെ ചെയ്യേണ്ടതാണ്. കാരണം പല വിധത്തിലുള്ള ജനങ്ങളിൽ നിന്ന് വോട്ട് കരസ്ഥമാക്കിയതിന് ശേഷം അവിടെയൊക്കെ നമ്മൾ വളരെ വിനയപൂർവ്വവും അമ്മ എന്നും ചേച്ചി എന്നൊക്കെ വിളിച്ച് ആ സ്ഥാനത്ത് എത്തിയാൽ ആ കാലയളവിലെങ്കിലും കുറച്ച് മര്യാദയായിട്ട് കഴിയേണ്ടതാണ്. പക്ഷേ അത് അയാൾക്ക് കഴിഞ്ഞില്ല. അയാളെ സ്വഭാവം വീണ്ടും അത് പുറത്തെടുത്തു. അതാണ് അതിൽ വന്നുപെട്ടിട്ടുള്ളത്. വളരെ നന്ദി. വഞ്ചിയൂർ ബാബുവാണ് CPM-ൻ്റെ തിരുവനന്തപുരത്തെ മുതിർന്ന നേതാവ് വഞ്ചിയൂർ ബാബുവാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ BJP കൗൺസിലറായ R. സുഗതൻ്റെ സത്യപ്രതിജ്ഞ ജയിലിൽ തന്നെ നടത്താമെന്നുള്ള നിലപാട് സർക്കാർ കോടതിയെ അറിയിക്കുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാലും CPM-ൻ്റെ ഈ നഗരസഭയ്ക്ക് മുൻപിലുള്ള സമരം, പ്രതിഷേധ സമരം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് സുഗതനെ കൗൺസിലർ സ്ഥാനത്തു നിന്നും പുറത്താക്കണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് CPM നേതൃത്വമുള്ളത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.